പാർലമെന്റിന്റെ രണ്ടാം സെഷൻ ഇന്നും തുടരുകയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഉയർത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. ഇന്നും സഭകൾ രണ്ടും രാജ്യസഭയായാലും ലോക്സഭയായാലും പ്രക്ഷുബ്ധമാവാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൻതോതിൽ പണം കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചേക്കും. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. റഷീദ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനീഷ. പാർലമെന്റിന്റെ സെഷൻ ഇന്ന് തുടരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സഭ സാക്ഷ്യം വഹിക്കുന്നത് കണ്ടതാണ്. ഡീലിമിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ 4 മുഖ്യമന്ത്രിമാരുടെ യോഗം കഴിഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ വെച്ച്. അതൊക്കെ സഭയിലേക്ക് വരാനിരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം DMK MP-മാർ ആ രീതിയിൽ ടീഷർട്ടൊക്കെ ധരിച്ച സഭയിലെത്തുമ്പോൾ സഭ രണ്ടും നിർത്തിവെക്കുന്ന നടപടികളിലേക്ക് സഭാധ്യക്ഷന്മാർ കടക്കുന്നു. വിവിധ വിഷയങ്ങൾ, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളുണ്ടാവും. മണ്ഡല പുനർനിർണ്ണയം, പറഞ്ഞ പോലെ മണ്ഡല പുനർനിർണ്ണയ വിഷയങ്ങളുണ്ട്, നാഗ്പൂർ വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദില്ലിയിലുണ്ടായ അസാധാരണമായ ഒരു സംഭവം, ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും അനധികൃതമായി പണം കണ്ടെത്തിയ സംഭവം, ഇതും പ്രതിപക്ഷം ഉന്നയിക്കാനുള്ളൊരു സാധ്യത. തീർച്ചയായും വിനീഷ, ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം സെഷൻ ഇന്നും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരു സഭകളും 11 മണിയോട് തന്നെ ആരംഭിക്കും. വിവിധ ബില്ലുകളിന്മേലുള്ള ചർച്ചകളാണ് ഇന്ന് പ്രത്യേകമായിട്ടും രാജ്യസഭയിലും ലോക്സഭയിലും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതേസമയം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം തന്നെ ഇരു സഭകളിലും ഇരമ്പും എന്നുള്ളത് വ്യക്തമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരും. പ്രത്യേകിച്ചും ഈ മണ്ഡല പുനർനിർണ്ണയം, അതോടൊപ്പം ദേശീയ വിദ്യാഭ്യാസ നയം, അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും രാജ്യസഭയിൽ ഇടതുപക്ഷ എംപിമാരായിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങിയവരൊക്കെ തന്നെയും ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഉയർത്തിയേക്കും. അതോടൊപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും ഇന്ന് ദില്ലിയിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ഇന്ന് രാജ്യസഭയിൽ ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ലോക്സഭയിലും ഈ മണ്ഡല പുനർനിർണ്ണയം തന്നെയായിരിക്കും പ്രധാന പ്രതിഷേധമായി പ്രതിപക്ഷം ഏറ്റെടുക്കുക. കാരണം കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ടീഷർട്ട് ധരിച്ചൊക്കെ തന്നെയും DMKയുടെ MP-മാരൊക്കെ തന്നെയും തമിഴ്നാട്ടിലുള്ള MP-മാരൊക്കെ തന്നെയും ലോക്സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്തു. എന്തായാലും ഇന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ മണ്ഡല പുനർനിർണ്ണയത്തിനെതിരെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ യോഗം ചേർന്നതിന് ശേഷമുള്ള ആദ്യ സമ്മേളന ദിവസമാണ് ഇന്ന്. അത്തരത്തിൽ ഈ സഭയിൽ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 11 മണിയോട് കൂടി ഇരു സഭകളും ആരംഭിക്കും. അതേസമയം ഈ വ്യാജ വോട്ടർ ID വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വിവിധ MP-മാരും ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ദില്ലിയിലെ ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഏറെ കോലാഹലം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ദില്ലിയിലാകെ തന്നെയുള്ളത്. പ്രത്യേകിച്ചും നീതിന്യായ വ്യവസ്ഥയെ തന്നെ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെതിരെയും പ്രതിഷേധം ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ MP-മാരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിവിധ വിഷയങ്ങളിൽ ഇത്തരത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഇന്നും ചർച്ചകൾ നടക്കും. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്.